അപ്പം ഇന്നലെ നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് വേളാങ്കണ്ണി വരുന്നൊരു വീഡിയോ. അപ്പോൾ ഇത് അതിൻ്റെ കണ്ടിന്യൂസ് പാർട്ടാണ്. അത് വേറെ വീഡിയോ ഇട്ടിട്ടെന്നേ ഉള്ളൂ. അപ്പം നമ്മൾ വേളാങ്കണ്ണിയിലെത്തി. ഇപ്പം സാറ്റർഡേ ആണ്. സാറ്റർഡേ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു പ്രദക്ഷിണമുണ്ട്, മാതാവിൻ്റെ പ്രദക്ഷിണം. മാതാവിൻ്റെ രൂപമൊക്കെ എടുത്തിട്ട് നമ്മളത് ബീച്ചിലേക്ക് കൊണ്ടുപോകും. അപ്പം അതാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ കാണാൻ പോവാണ്. അപ്പോൾ നമുക്ക് കാണാം. അത് നമ്മളെ വഴി ഞങ്ങൾ റൂമൊക്കെ എടുത്തു, എല്ലാം സെറ്റാക്കി കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ കാണാൻ പോകുന്നത്. നികയുണ്ട്, അമ്മയുണ്ട്, അച്ചാച്ചനുണ്ട്, പപ്പയുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പം നമ്മൾ അവിടെ ചെന്നിട്ട് കാണാം. നല്ല ജലമുണ്ട് ഇപ്പോൾ. ശനിയാഴ്ച ആയ കാരണമായിരിക്കും. അപ്പോൾ അടുത്ത ദിവസമായി നമ്മൾ പള്ളിയിൽ പോകാൻ വേണ്ടിയിരിക്കുന്നത്. നല്ല മഴ ഇവിടെ, കുട എടുത്തിട്ടില്ല. അപ്പോൾ ഓട്ടോറിക്ഷ കിട്ടുമെങ്കിൽ അതിൽ പോകാമെന്ന് ഓർത്തിരിക്കായിരുന്നു. ഓട്ടോറിക്ഷ ഒന്നും കിട്ടണില്ല, എല്ലാം എൻഗേജ്ഡാണ് ഈ മഴ കാരണം. ഓട്ടോറിക്ഷ എടുത്തു, വേറെ മാർഗമൊന്നുമില്ല. ഇവിടെ മലയാളം കുർബാന ഉള്ളത്. അപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ ഇവിടെ കൊണ്ട് നാക്കിയിട്ടുണ്ട്. മെയിൻ പള്ളിയിൽ വന്ന് പോയി. നല്ല അടിപൊളി കാലാവസ്ഥ. എല്ലാവരും ചൂട് നോക്കി വന്നം. പിന്നെ മസ്റ്റായിട്ട് കുട കൊണ്ടുവരാം. ഞങ്ങൾ കുട കൊണ്ടുവരാൻ മറന്നുപോയി, അതുകൊണ്ട് നനഞ്ഞു. അപ്പോൾ ഹലോ ഗൈസ്, ഇന്നിപ്പം ഡേ 2 ആണ് നമ്മൾ വേളാങ്കണ്ണി വന്നിട്ട്. അപ്പം നമ്മൾ ഇപ്പം വൈകുന്നേരമൊക്കെ സമയമായി. മഴ ഉണ്ടായിരുന്നു നന്നായിട്ട്, ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ മഴയൊന്ന് ചോർന്നപ്പോൾ ഞങ്ങൾ നേർച്ചകൾ ഒക്കെ ചെയ്യാൻ വേണ്ടി പോവാണ്. ഞങ്ങൾ ആകെ ഒറ്റപ്പള്ളിയിൽ നമ്മൾ രാവിലെ പോയി മലയാളം കുർബാന കണ്ടു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അപ്പം തന്നെ തിരിച്ചു പോന്നു. പിന്നെ മഴയായിരുന്നു. ഇപ്പോൾ ഒരിച്ചിരി ഉച്ച കഴിഞ്ഞപ്പോൾ ഒരിച്ചിരി തോർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി കടലിൻ്റെ ആ ഭാഗത്തും പള്ളിയിൽ നേർച്ചയും ഇതൊക്കെ ആയിട്ട് ഇപ്പോൾ പോകാൻ പോകും. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. ചിലപ്പോൾ ഞങ്ങൾ രാത്രി മുട്ടയിൽ നീന്തും, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പള്ളിയിലും മുട്ടയിൽ നീന്തുന്നുണ്ട്. രാത്രി നമ്മൾ ചിലപ്പോഴേ നീന്തും. മഴയുണ്ട്, ഇപ്പം മഴ പൊടിയുന്നുമുണ്ട്. അപ്പം അവിടെ ചെന്നിട്ട് ഉള്ള വ്യൂകളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമ്മൾ ആദ്യം കുഞ്ഞിപ്പള്ളിയിലാണ് പോകുന്നത്. കുഞ്ഞിപ്പള്ളിയല്ല, പഴയ പള്ളിയിൽ. പഴയ പള്ളിയിൽ പോയിട്ട് നമ്മൾ നേർച്ച മീൻസ് നമ്മൾ ഓരോ ആൾക്കാർ തന്നെ നേർച്ചയൊക്കെ ഇട്ടിട്ട് നമ്മൾ വലിയ പള്ളിയിലൊക്കെ പോയി എല്ലാ പള്ളിയും കഴിഞ്ഞ് നമ്മൾ ബീച്ചിൽ പോകുന്നതാണ്. ബീച്ചിൽ കടലിൽ പോയിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് കാലൊക്കെ ഒന്ന് നനച്ചിട്ട് വരാം.
അതെ, പിന്നെ ഇവിടെ ഫോട്ടോഷൂട്ടാണ്. അപ്പം നമ്മൾ അവിടെ പോയിട്ട് പള്ളിക്കകത്ത് മുട്ടയിൽ നീന്തുന്ന ആ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അത് നമ്മൾ ചെയ്യും. അത് നമ്മൾ കാലനുസരിച്ച് ബീച്ചൊക്കെ ചെയ്തിട്ടാണ് വരിക. ഒരു രാത്രി ആകുമ്പോഴേ നമ്മൾ വരുന്നുള്ളൂ. കാരണം ഇന്നൊരു ദിവസം കൂടി ഉള്ളൂ. നാളെ നമ്മൾ വീട്ടിൽ പോകും. അതുകൊണ്ട് മഴ നന്നായിട്ട് പെയ്തേക്കണ കാരണം എല്ലായിടത്തും വെള്ളമാണ്. അപ്പം നമ്മൾ ഇനി ഫോട്ടോ എടുക്കേണ്ട ആശാദികളായിരിക്കും. ഇന്ന ഫോട്ടോ എടുക്കണം, നമ്മൾ സെറ്റാക്കാം. ഇതാണ് പഴയ പള്ളി. പഴയ പള്ളിയിലാണ് നേർച്ച കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത്. ഏകദേശം 8-10 വർഷത്തോളമായി. കുറേയൊക്കെ മാറ്റം വന്നിട്ടുണ്ട് ഇവിടെ. മുമ്പ് അത്ര നീറ്റ് ആൻഡ് ക്ലീൻ ഒന്നും ആയിരുന്നില്ല. പക്ഷെ ഇപ്പോൾ നല്ല ക്ലീനാണ്. ഇങ്ങനെ അഴുക്കുകളൊന്നുമില്ല. പള്ളിയിലകത്ത് ആണെങ്കിൽ അതിന് ചുറ്റുപാടാണെങ്കിൽ അതിൻ്റെ അഴുക്കുകളൊന്നുമില്ല. ഈവൻ ഇപ്പോൾ നന്നായിട്ട് മഴ പെയ്തിട്ടുണ്ട്. എന്നാലും അത്രയും മോശമായിട്ട് തോന്നുന്നില്ല. യൂഷ്വലി ഭയങ്കര ചെളിഞ്ഞ് നമുക്ക് കാലുവെച്ച് ചവിട്ടാനൊക്കെ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇവിടെ ഒരു ക്രിസ്മസ് ട്രീ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ പഴയ പള്ളിയിലൊക്കെ പോയിട്ട് വന്നു. നേർച്ചകളൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ മുട്ടയിലൊക്കെ നീന്തി. ഞാനും അമ്മയും മാത്രമേ നീന്തിയുള്ളൂ. നമ്മൾ പോണത് ബീച്ചിലെ കടലിലേക്കായിരുന്നു. പയ്യെ അവിടെ മാർക്കറ്റിലും കടലിലൊക്കെ പോയിട്ട് വരാമെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്രയും ജനങ്ങളൊന്നുമില്ല. കുറച്ച് ജനങ്ങൾ കുറവാണ്. ചിലപ്പോൾ ഇപ്പോൾ വന്നേക്കണ കാരണം എനിക്ക് വൈകുന്നേരം ഇപ്പോൾ ചിലപ്പോൾ കൂടുതലായിരിക്കും ഇവിടെ. ഇഷ്ടംപോലെ കട അങ്ങ് അറ്റം വരെ ഉണ്ട്. കടൽ നല്ല റഫാണ്. നല്ല വലിയ തിരമാലകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് ഒക്കെ ഇറങ്ങൽ നടക്കില്ല. അതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. വേറെ ഇറങ്ങലൊന്നും നടക്കില്ല. ഇപ്പം മഴ തൊടാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും പയ്യെ റൂമിലേക്ക് ഓടുന്ന സീനറി കാണുന്നത്. ഇത് കുളമാണ്. പിന്നെന്തോ സ്റ്റോറി ഉണ്ട്. എല്ലാവരും എൻജോയ് ചെയ്തോ ഇതുവരെ? കുഴപ്പമില്ല, മഴ പെയ്തുകൊണ്ടാണ്. എൻജോയ് ചെയ്ത്. മഴയില്ലായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. മഴയായ കാരണം ഒരിത്തിരി പ്രശ്നങ്ങളല്ലേ? അതെ. എന്നാലും കുറേ അങ്ങനെ സ്ഥലത്ത് പോകാൻ പറ്റും. ഇങ്ങനെ വെള്ളത്തിന് കൂടി നടക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. വേറെ ഒരു കുഴപ്പമുണ്ടായില്ല. നമ്മളാണെങ്കിൽ കുട എടുത്തില്ല. അതാണ് കൂടുതൽ പ്രശ്നമായത്. ഇത് കഴിഞ്ഞ് ഇന്നത്തെ ട്രിപ്പിൽ
വേളാങ്കണ്ണി ട്രിപ്പിൽ ഇത്രേ ഉള്ളൂ. നാളെ കാലത്ത് നമ്മൾ 4 മണി അല്ലെങ്കിൽ 5 മണിക്ക് ഇവിടെ നിന്ന് തിരിച്ച് പോകാനുള്ള ഒരു സെറ്റപ്പിലാണ്. ഇതിപ്പോൾ മഴയായിപ്പോൾ അത് കാരണം കൂടുതൽ എങ്ങും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാണ്ട് വന്നു. ഇനിയും വരണം. അപ്പോൾ ഇത് കുറച്ചും കൂടി നല്ല രീതിയിൽ കവർ ചെയ്യണമെന്നായിരുന്നു, പക്ഷേ ഈ മഴ കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ പക്ഷേ അവരുടെ പ്രാവശ്യം ഞാൻ വരും ഇത് നല്ല രീതിയിലൊന്ന് കവർ ചെയ്യാനായിട്ട്. എന്തായാലും ഈ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. ഇനി ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും, നമ്മൾ തിരിച്ചു പോണ വീഡിയോ ആയിരിക്കും ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് പറഞ്ഞത്. പക്ഷേ അടിപൊളിയായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. അടിപൊളി ട്രിപ്പായിരുന്നു, നല്ല ഡ്രൈവ് ആയിരുന്നു. എന്നാൽ മഴയായിട്ടും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു എല്ലാവരും. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ കാണാം ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട്.